ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു സൺഫ്ലവർ ചെയ്ത് നോക്കാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടെ ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഫ്ലവറിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ യെല്ലോ കളർ ഫിനിക്സ് പേപ്പർ എടുക്കുക. 12 സെൻറ്റിമീറ്റർ നീളത്തിലും 2 സെൻറ്റിമീറ്റർ വീതിയിലും ഒരു ചതുരം കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ നിന്ന് എതിൾ കട്ട് ചെയ്തെടുക്കുക. എതിളിന് മാക്സിമം 2 സെൻറ്റിമീറ്റർ വീതി മതി, അതിൽ കൂടണ്ട. ഏകദേശം ഒരു 20 എതിളുകളോളം മതിയാവും. ഇനി അടുത്തതായിട്ട് ഒരു വേസ്റ്റ് പേപ്പർ എടുത്തിട്ട് ഇതുപോലെ ബോൾ ഷേപ്പിലാക്കിയിട്ട് വേറൊരു ഫിനിക്സ് പേപ്പർ എടുത്തിട്ട് ഇതുപോലെ കവർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അത് നമ്മളൊരു കമ്പിലേക്ക് വെച്ച് കെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. കെട്ടി കൊടുക്കുമ്പോൾ നന്നായിട്ട് നല്ല ടൈറ്റായിട്ട് കെട്ടണം. കാരണം ഇത്രയും ഇതളുകൾ ഇതിന് മേലെ വരുമ്പോൾ നല്ല വെയിറ്റ് വരും ഫ്ലവറിന്. അപ്പം കമ്പെടുക്കുകയാണെങ്കിലും കുറച്ച് നല്ല ബലമുള്ള കമ്പെടുക്കണം. നന്നായിട്ട് നൂല് വെച്ച് കെട്ടി കൊടുക്കാൻ വേണം. ഇനി ഈ ബോളിൻ്റെ അറ്റത്ത് പശ തേച്ച് കൊടുക്കുക. പശ നന്നായി തേച്ച് കൊടുക്കണം. അത് നമ്മുടെ ചായപ്പൊടി ഉണ്ടല്ലോ അതിൽ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ മുക്കുക, അല്ലെങ്കിൽ ചായപ്പൊടി അതിൻ്റെ മേലെ ഒന്ന് വെതറി കൊടുക്കുക. നന്നായിട്ട് കുറച്ച് കട്ടിയായിട്ട് വേണം. അടുത്തതായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഇതളുകളൊക്കെ അതിൻ്റെ 2 സൈഡും ഒന്ന് ചെറുതായിട്ടൊന്ന് വലിച്ചു കൊടുക്കുക. അതിനൊരു വളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നല്ല കൂർത്ത് നിൽക്കുന്ന ഭാഗമാണ് നന്നായിട്ടൊന്ന് വളച്ച് വരേണ്ടത്. ഇനി ഒരു 30 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള പേപ്പർ എടുക്കുക. 2.5 സെൻറ്റിമീറ്റർ വീതി എടുക്കുക. അത് ഇതുപോലെ മടക്കിയിട്ട് കുനുകുനാന്ന് കട്ട് ചെയ്യുക. അതിൻ്റെ ഒരറ്റം ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇത് നേരത്തെ ചെയ്ത പോലെ കത്രിക വെച്ചിട്ട് ബാക്ക് സൈഡിലേക്ക് ഒന്ന് വളച്ചു കൊടുക്കുക. ശ്രദ്ധിക്കണം, ചെറുതായിട്ട് കട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പം പെട്ടെന്ന് മുറിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക. ഇത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ബോൾ ഉണ്ടല്ലോ ഇതിലേക്ക് നമ്മൾ നന്നായിട്ട് പശ തേച്ചിട്ട് അത് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പശ തേക്കുമ്പോൾ നന്നായിട്ട് തേക്കണം. ഇപ്പോൾ നമ്മുടെ സൺഫ്ലവറിൻ്റെ നടുക്ക് വെക്കാനുള്ള സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ ഇതളുകളും ഓരോന്നായിട്ട് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഒട്ടിച്ചു കൊടുക്കുകയല്ല, നൂല് വെച്ചിട്ട് കെട്ടി കൊടുക്കുക. ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഗ്ലൂ ഗണ്ണൊക്കെ ഉള്ള പെട്ടെന്ന് തന്നെ ഒട്ടണ പശയാണെങ്കിൽ ഒട്ടിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. ഇതിപ്പോൾ ഇവിടെ നൂല് വെച്ചിട്ട് കെട്ടി കൊടുക്കുകയാണ്. ഓരോന്നായിട്ട് വെച്ചിട്ട് കെട്ടി കൊടുക്കുക. ഇങ്ങനെ അറേഞ്ച് ചെയ്യുമ്പം ഓരോ ഇതളുകളും ഒരേ അകലത്തിലായിട്ട് വേണം അറേഞ്ച് ചെയ്യാൻ, അല്ലെങ്കിൽ പിന്നെ അതൊരു ഭംഗിയില്ലാത്ത കോലത്തിലാവും. അപ്പം എല്ലാ ഇതളുകളും ഒരേ അകലത്തിൽ വെച്ച് അറേഞ്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി എല്ലാ ഇതളുകളും വെച്ച് കഴിഞ്ഞിട്ട് അതിനെ നമ്മൾ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഏത് ഫ്ലവർ ആയാലും നമ്മളൊന്ന് കെട്ടി വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ രീതിയിലൊന്ന് അതിനെ അറേഞ്ച് ചെയ്യണം. അതിനുശേഷം അതിൻ്റെ ബാക്കിൽ വെക്കാനുള്ള സംഭവം ഉണ്ടാക്കുകയാണ്. അതിന് ഗ്രീൻ കളറ് ഫിനിക്സ് പേപ്പറാണ് എടുത്തത്. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇനി അത് പശ വെച്ചിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒട്ടിക്കുകയാണ് ചെയ്യണത്. അതിൻ്റെ ശേഷം നമ്മൾ പശ കുറച്ച് നമ്മളെ വിരലിലാക്കിയിട്ട് നമ്മുടെ ഓരോ ഇതളിൻ്റെ ബാക്കിലും ചെറുതായിട്ട് ഒട്ടിച്ചു കൊടുക്കുക.
എല്ലാ ഇതളുകളും ഒന്നിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഈ ഇതളുകളുടെ അറ്റം ഇതുപോലെ ഒന്ന് ചുരുട്ടി കൊടുക്കുക. ഇനി സാധാ ചെയ്യണ പോലെ ഗ്രീൻ ടാപ്പ് ചുറ്റിക്കഴിഞ്ഞാൽ ഫ്ലവറിൻ്റെ പണി തീർന്നു. ഇനി അടുത്തതായിട്ട് മുട്ട് വേണം, ഇലയും വേണം. മുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ക്വയർ പേപ്പർ എടുത്തിട്ട് അതിൻ്റെ അറ്റം ഇതുപോലെ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുത്തിട്ട് ഒരു കോൺ ഷേപ്പിൽ അതിനെ മടക്കി എടുക്കുകയാണ്. അതിന് ശേഷം പശ തേച്ചിട്ട് ഒട്ടിക്കുക. ഇതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് വേസ്റ്റ് പേപ്പറും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനെ നമ്മൾ സാധാരണ കമ്പിയിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നേരത്തെ ഫ്ലവറിൻ്റെ ബാക്ക് സൈഡിൽ വെക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഗ്രീൻ കളർ സംഭവം ഉണ്ടാക്കിയിരുന്നു. അതും കൂടെ ഉണ്ടാക്കിയിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതിന് ശേഷം ഗ്രീൻ ടാപ്പും കൂടെ ചുറ്റിയാൽ മുട്ടിൻ്റെ പണിയും കഴിഞ്ഞു. ലീഫ് ഉണ്ടാക്കാൻ ഞാനിവിടെ ക്രേപ്പ് പേപ്പറാണ് യൂസ് ചെയ്തത്. ഫിനിക്സ് പേപ്പർ ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച കളറിലുള്ള ആ ഒരു ഗ്രീന് ഫിനിക്സിൽ കിട്ടിയില്ല, അതുകൊണ്ടാണ് ക്രേപ്പിൽ ചെയ്യുന്നത്. ഇതുപോലെ സിമ്പിൾ ലീഫാണ്. കട്ട് ചെയ്തെടുത്തിട്ട് പശ തേക്കുക. എന്നിട്ട് ഒരു പീസ് കമ്പി എടുത്തിട്ട് അതിൻ്റെ നടുക്ക് വെച്ച് കൊടുക്കുക. വേറൊരു ലീഫും കൂടെ വെച്ച് കഴിഞ്ഞാൽ ലീഫും റെഡിയായി. 2 ലീഫ് മാക്സിമം പോയ 2 ലീഫ് മതി, അതിന് കൂടുതലൊന്നും വേണ്ട. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ലീഫും ആ ഒരു മുട്ടും കൂടെ ഇതിൽ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം കഴിഞ്ഞു. കുറച്ച് ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കാൻ, കുറച്ച് ടൈം എടുക്കും. എന്നാലും നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യണതിന് അതിൻ്റെ റിസൾട്ട് കിട്ടും. സൺഫ്ലവർ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാൻ. ആ കളർ കോമ്പിനേഷനൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. താങ്ക് യു.